ഏവിയേഷൻ എന്ന് പറയുന്ന മായാലോകത്തേക്ക് എയിംഫിൽ ഇന്റർനാഷണൽ താങ്ക്സ് ഉണ്ട്. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്തിരുന്നു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആസ് എ PSA ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ. ദെൻ എനിക്ക് അബ്രോഡ് ഒരു ചാൻസ് കിട്ടി. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. വെരി സ്പെഷ്യൽ താങ്ക്സ് ടു രുബ മാം ആൻഡ് ഫോസൻസ്. ദോഹ, അതായത് COK ടു ദോഹ, COK ടു DXB, COK ടു ബഹ്റൈൻ BH, COK ടു റിയാദ്, COK ടു ജിദ്ദ. COK കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അയാട്ടക്കോട് COK. ദെൻ ഈ ഒരു ഇന്റർനാഷണൽ സെക്ടേഴ്സ് ആണ് ഞാൻ ഓൾമോസ്റ്റ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഏതൊക്കെ എയർക്രാഫ്റ്റ് ആണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്? നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ബോയിങ് 737 എത്ര സീറ്റിംഗ് കപ്പാസിറ്റി? 180+. എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഫുൾ എൻജോയ്മെന്റ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കൊളീഗ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സ്പെഷ്യൽ ഇൻസിഡന്റ് which you enjoyed? That means ഞാൻ കുറെ UM-നെ കുറെ ഫോട്ടോസ് ഇപ്പൊ അടുത്തുപോലെ റീസെന്റ് ആയിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം തപ്പി പിടിച്ച ഒരു UM എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്കത് ഫോട്ടോസ് ഞാൻ അന്ന് എടുത്തുകൊണ്ട് ഫോട്ടോസ് അൺഅക്കാമ്പനിഡ് മൈനർ, അത് ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. പിന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ആ ടൈം വരെ നമ്മളുടെ കൂടെയാണ് അവർ. ആ ഒരു ബോർഡിങ്ങിന്റെ 3 to 4 hours നമ്മളുടെ കൂടെയാണ് അവരുണ്ടാവുന്നത്. അവർക്ക് വേണ്ടിയുള്ള ക്യാപ്ചറിങ് മൊമെന്റ്, അവർ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും UM ആയിട്ട് പോകുന്നുണ്ടാവുക. അവർക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എയർപോർട്ടിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവരെ ഹെൽപ്പ് ചെയ്യാം. ഫാമിലി നമ്മളെ കയ്യിൽ തരുന്നത് അത്രയും നമ്മൾ അത്രയും കെയർ ചെയ്യും. നമ്മളെ എയർലൈൻസിന്റെ പാർട്ട് ഓഫ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ അവരെ പേരെന്തായിരുന്നു? സെർവിങ് സുൽഫത്ത്.